ഹലോ. അപ്പോൾ ഉത്സവ പറമ്പെന്നെല്ലാം കിട്ടുന്ന നല്ല ടേസ്റ്റി കോളിഫ്ലവർ ബജ്ജിയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കോളിഫ്ലവർ ബജ്ജി? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാലോ. വാ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ നല്ല ചൂട് തിളക്കുന്ന വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കോളിഫ്ലവർ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് സോക്ക് ചെയ്ത് വെച്ചു. അത് എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്ത കേട്ടോ. നല്ലോണം വാഷ് ചെയ്യണം, കാരണം അതിൻ്റെ ഉള്ളിൽ പുഴുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലോണം വാഷ് ചെയ്ത് വെള്ളം തെളിഞ്ഞ് വരുന്നത് വരെ വാഷ് ചെയ്ത്, അന്നപ്പം മഞ്ഞൾപ്പൊടി പോകുന്നല്ലേ, ആ പോകും കുറച്ച് അതിന് നമുക്ക് ഇടാമല്ലോ. അപ്പോൾ ഇതാ ഒരു സ്പൂണ് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ആ സ്പൂണിൽ തന്നെ ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് മുളക് പൊടി ഒരു കുഞ്ഞ് സ്പൂണ്, ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രമേ ചേർക്കേണ്ട. ഒരു നുള്ള് കളറ്, പിന്നെ കുറച്ചൊരു ഫ്ലേവറിന് ചെറുനാരങ്ങ നീരും കേട്ടോ. കുറച്ച് മതി, ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മുറി വേണ്ട, അതായത് കുറച്ച് മതി, ഒരു സ്പൂണൊക്കെ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ ഉപ്പും ഇച്ചിരി കൂടിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പും മുളകും എരിവൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സാറില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, അതാണ്. അപ്പോൾ ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുക കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടിയിലേക്ക്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നല്ല ഫ്രഷ് കറിവേപ്പില, നാടൻ കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ പൊരിഞ്ഞ് വരും, നല്ല സ്മെല്ലുമാണ്. ആ എണ്ണയിൽ നമ്മളിത് വറുക്കുമ്പോൾ അതിന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ ഓരോ തവിയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വറുത്തെടുത്ത് നല്ല തീ കൂട്ടി വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പം ഒന്നാമത് കോളിഫ്ലവർ ഒന്ന് ഇങ്ങനെ വാടിയതാണ്. അപ്പോൾ ഇത് അതിൻ്റെ മേലത്തെ മാവ് മാത്രമേ ഒന്ന് ക്രിസ്പിനെസ് ആവാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതെല്ലാം ഇട്ട് ഒരു സൈഡ് ഒന്ന് ഇളക്കാനാവുമ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ മാത്രമേ ചെയ്യൂ. ആദ്യം തീ കൂട്ടി തന്നെ വെക്കുക. എന്നിട്ട് നമ്മൾ ഓരോ സെക്ഷനായിട്ട് വറുത്ത് കോരി മാറ്റുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു സെക്ഷൻ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ നിങ്ങൾക്ക് ഉത്സവ പറമ്പിൽ നിന്ന് കിട്ടുന്ന അതേ കോളിഫ്ലവർ ബജ്ജി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സെക്ഷൻ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്, ഒരു സെക്ഷൻ എന്താ വറുക്കാനാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഇതാണ് റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യുക. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.